നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ചിലർ മാത്രം ജീവിതത്തിൽ വലിയ ഉയരങ്ങളിൽ എത്തുന്നത്? അവർക്ക് മാത്രം എന്തെങ്കിലും പ്രത്യേക മന്ത്രം അറിയാമോ? ഇന്ന് ഞാൻ നിങ്ങളെ പുരാതനമായ ഒരു അറേബ്യൻ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകാം. അവിടെ മണൽക്കുന്നുകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കൊട്ടാരമുണ്ട്. ആ കൊട്ടാരത്തിൽ വൃദ്ധനായ ഒരു ധനികനുണ്ട്. അദ്ദേഹം തൻ്റെ പിൻഗാമിയെ കാത്തു നിൽക്കുകയാണ്. പക്ഷേ അവിടെ എത്തുന്നവർക്ക് ഒരു പരീക്ഷണം നേരിടണം. ആ പരീക്ഷണത്തിൽ വിജയിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് വെറും സ്വർണമല്ല, ലോകം കീഴടക്കാനുള്ള വിദ്യയാണ്. ഈ വീഡിയോയുടെ അവസാനം 5 രഹസ്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായി സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ കഥാനായകൻ സാദിഖ് ഒരു സാധാരണ യുവാവായിരുന്നു. ദാരിദ്ര്യം കൊണ്ട് വലഞ്ഞ അവൻ ഒരിക്കൽ ഈ നിഗൂഢ കൊട്ടാരത്തെക്കുറിച്ച് അറിഞ്ഞു. കയ്യിൽ ഒരു കുപ്പി വെള്ളവും അല്പം റൊട്ടിയുമായി അവൻ യാത്ര തിരിച്ചു. ദിവസങ്ങളോളം അവൻ മരുഭൂമിയിലൂടെ നടന്നു. ചൂട് കൊണ്ട് അവൻ്റെ തൊണ്ട വറ്റി. ദൂരെയുള്ള കനത്തെ നോക്കി അവൻ ഓടി. ഓരോ ചുവടിലും മണൽ അവനെ താഴേക്ക് വലിച്ചു. പക്ഷേ അവൻ്റെ മനസ്സിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഒടുവിൽ ചക്രവാളത്തിൽ ആ സ്വർണ്ണഗോപുരങ്ങൾ കണ്ടു. കൊട്ടാരത്തിൻ്റെ വാതിൽക്കൽ ഒരു വലിയ വിഗ്രഹമുണ്ടായിരുന്നു. അതിൻ്റെ കൈപ്പത്തിയിൽ 5 വിരലുകളും ഉയർന്നു നിൽക്കുന്നു. അതിനിടയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഈ 5 വിരലുകളുടെ അർത്ഥം പറയുന്നവന് കൊട്ടാരവാതിൽ തുറക്കപ്പെടുന്നതാണ്. സാദിഖ് ആ വിരലുകളെ നോക്കി ആയത്തിൽ ചിന്തിച്ചു. ഓരോ വിരലും ഓരോ ജീവിത പാഠമാണെന്ന് അവന് തോന്നി. അവൻ ഉറക്കെ പറഞ്ഞു: ഒന്നാമത്തേത് ചെറുവിരൽ. ഇത് വിനയമാണ്. നമ്മൾ എത്ര വളർന്നാലും വിനയത്തോടെ താഴേക്ക് നോക്കണം. രണ്ടാമത്തെ വിരൽ മോതിര വിരലാണ്. ഇത് ബന്ധങ്ങളാണ്. ജീവിതത്തിൽ സ്നേഹവും ബന്ധങ്ങളും കാത്തുസൂക്ഷിക്കണം. മൂന്നാമത്തേത് നടുവിരലാണ്. ഇത് ലക്ഷ്യമാണ്. എല്ലാവരെക്കാളിലും ഉയർന്നു നിൽക്കുന്ന നമ്മുടെ വലിയ സ്വപ്നങ്ങൾ. അതാണ് നടുവിരൽ. നാലാമത്തേത് ചൂണ്ടുവിരൽ. ഇത് വഴികാട്ടിയാണ്. അറിവ് പകർന്നു നൽകുന്ന ഗുരുക്കന്മാരാണ് ഇത്. അഞ്ചാമത്തേത് തള്ളവിരലാണ്. ഇതാണ് ഏറ്റവും പ്രാധാന്യം. ഇത് ആത്മവിശ്വാസമാണ്. ഇത് മടക്കിയാൽ ഒരു കൈപ്പത്തിക്ക് കരുത്തുണ്ടാവില്ല. ഇത് പറഞ്ഞു തീർന്നതും ആ വലിയ കവാടം വലിയ ശബ്ദത്തോടെ അവന് മുമ്പിൽ തുറന്നു. കൊട്ടാരത്തിനുള്ളിൽ സാദിഖ് കണ്ടത് സ്വർണ്ണമല്ലായിരുന്നു, മറിച്ച് വലിയൊരു ഗ്രന്ഥശാലയായിരുന്നു. അവിടെ ഇരുന്ന് വൃദ്ധൻ അവനോട് പറഞ്ഞു: മകനെ, സ്വർണം കൊണ്ട് രാജ്യങ്ങൾ വാങ്ങാം, പക്ഷേ അറിവ് കൊണ്ട് ലോകത്തെ ഭരിക്കാം. ഈ 5 വിരലുകളെയും ചേർത്ത് പിടിച്ച് നീ ഒരു മുഷ്ടി ഉണ്ടാക്കിയാൽ നിനക്കത് ഏത് പ്രതിസന്ധിയിലും വിജയിക്കാൻ സാധിക്കും. അതായത് വിനയം, ബന്ധങ്ങൾ, ലക്ഷ്യം, അറിവ്, ആത്മവിശ്വാസം. ഇവ 5ഉം ഒന്നിച്ചാൽ മാത്രമേ ഒരു മനുഷ്യൻ പൂർണ്ണനാകൂ. സാദിഖ് അവിടെ താമസിച്ചു വലിയ പണ്ഡിതനായി മാറി. പിന്നീട് അവൻ സ്വന്തം നാട്ടിൽ തിരിച്ചെത്തി വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തു. സുഹൃത്തുക്കളെ, ഈ കഥയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ വലിയ കാര്യങ്ങളുണ്ട്. നമ്മളിൽ പലരും ഇന്ന് പണത്തിന് പിന്നാലെയാണ് ഓടുന്നത്. പണം വേണം, സംശയമില്ല. പക്ഷേ പണത്തേക്കാൾ ഉപരിയായി നമ്മുടെ വ്യക്തിത്വം വളർത്താൻ നാം ശ്രദ്ധിക്കാറുണ്ടോ? നിങ്ങൾ ഇന്നു മുതൽ നിങ്ങളുടെ തള്ളവിരൽ അഥവാ ആത്മവിശ്വാസം വളർത്താൻ എന്ത് ചെയ്യും? ദിവസവും പരാജയങ്ങളെ പേടിക്കാതെ പുതിയൊരു കാര്യം ചെയ്യാൻ ശ്രമിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് വിരലിനാണ് ഏറ്റവും ശക്തി കുറവ്? നിങ്ങൾ കരുതുന്നത് കമന്റ് ചെയ്യൂ. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനുള്ള ടിപ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.